ഈ ഭാവഗായകൻ എന്നുള്ളത് ആ പാട്ട് കേട്ട് അനുഭവിച്ച ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ഗാനഗന്ധർവനായ ദാസേട്ടൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ ജയേട്ടൻ തൊട്ട് താഴെയുണ്ടെന്നുള്ളതാണ്. ദാസേട്ടന് ഇല്ലാത്ത കുറേ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിനുണ്ട്. ഹർഷബാഷ്പം തൂകി, ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ പാട്ട് പഠിച്ചാൽ നീലാംബരി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട് കർണാടക സംഗീതത്തിൽ. ആ നീലാംബരി രാഗം, ശുദ്ധമായ നീലാംബരി രാഗത്തെ അന്വേഷിച്ച് ഇനി വേറെ എവിടെയും പോകണ്ട. ആദ്യം പാടിയ പാട്ട് കുഞ്ഞാലി മരക്കാർന്ന സിനിമയിൽ നമുക്കറിയാം. പക്ഷേ ആ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ, ആ സിനിമ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കളത്തോടലിലെ ഏത് പാട്ടാ? മഞ്ഞളയിൽ മുങ്ങി തോർത്തി. എനിക്ക് എന്തും മനസ്സിൽ സൂക്ഷിക്കാവുന്നൊരു കാര്യം, 2019 അന്നവരുടെ വരുന്ന സമയത്ത് എൻ്റെ ഡയറിയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ്. പൊതുവെ പറയും, പാട്ട് പാടുന്നവർ പാട്ടിൽ വലിയ ആളാവണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ജയേട്ടൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാനൊരു ശ്രമം കുറച്ചാൾ ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ബാലമുടിയുടെ അടുത്ത് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവിൽ. പക്ഷേ അതൊക്കെ കുറച്ച് ആളത്തേക്ക് ഉണ്ടായുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുമ്പോൾ ആൾക്ക് അതൊന്നും പറ്റില്ല. എന്നിട്ടും എത്രയോ അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ അദ്ദേഹം പാടിയിരിക്കുന്നു, സംഗീതം പഠിക്കാതിരുന്നിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കും? നമ്മളറിയാം, ജാനകി അമ്മ സംഗീതം പഠിച്ചില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. SP സംഗീതം പഠിച്ചില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഗീതം പഠിച്ചില്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റില്ലേ? തെറ്റിദ്ധാരണയാണ്. ജന്മസിദ്ധമായി കഴിവുള്ള ഒരാൾക്ക് അത് ആ സംഗീതത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് സംഗീതം പഠിക്കണമെന്നില്ല. അല്ലാതെ തന്നെ അനർഗളപ്രവാഹം നടത്താൻ അവർക്ക് കഴിയും. അതാണ് ജയേട്ടൻ എന്നുള്ള മഹാവ്യക്തി. നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ദാസേട്ടൻ മഹാമേരു പോലെ നമ്മുടെ ഗാനലോകത്ത് തമിഴ് ആയാലും ഹിന്ദി ആയാലും മലയാളം, തെലുങ്ക്, കന്നഡ ഈ ഭാഷകളിലെല്ലാം തന്നെ ഗാനഗന്ധർവനായ ദാസേട്ടൻ ഇങ്ങനെ വിളങ്ങി നിൽക്കുമ്പോൾ ജയേട്ടൻ തൊട്ട് താഴെയുണ്ടെന്നുള്ളതാണ്. എന്തുകൊണ്ട്? നമുക്ക് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റില്ല. ദാസേട്ടന് ഇല്ലാത്ത കുറേ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിനുണ്ട്. ഈ ഭാവഗായകൻ എന്ന് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അല്ലേ? ഭാവഗായകൻ. അതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അതെല്ലാവരും എന്താണ് ഈ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത് എന്ന് പോലും അറിയാതെ അങ്ങനെ ഒരു ടൈറ്റിൽ ഗന്ധർവഗായകൻ എന്ന് ദാസേട്ടന് കൊടുക്കുന്ന പോലെ ഭാവഗായകൻ എന്നുള്ള ടൈറ്റിൽ ജയേട്ടനും കൊടുത്ത്, അത് ഇപ്പം നമ്മൾ പറയും മഹാത്മാഗാന്ധിക്ക് ആ പേര് കൊടുത്തത് രവീന്ദ്രനാഥ് ടാഗോർ നമുക്കറിയാം. എന്ന് പറഞ്ഞ പോലെ ഗന്ധർവഗായകൻ, ഭാവഗായകൻ ഇതൊരു വ്യക്തികൾ ഈ കൊടുത്തതല്ല. അത് ആസ്വാദന സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. ഈ ഭാവഗായകൻ എന്നുള്ളത് ആ പാട്ട് കേട്ട് അനുഭവിച്ച ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ പാട്ടും, ഏത് പാട്ടാണ് ജയേട്ടൻ മോശമായിട്ട് പാടിയിട്ടുള്ളത്? ഏത് പാട്ടെടുത്താലും ആ ഒരു പാട്ടിൻ്റെ ശ്രുതി, താളം, ഒതുക്കം, അക്ഷരശുദ്ധി എന്നുള്ള കാര്യത്തിൽ എല്ലാം പരിപൂർണമാണ്. പിന്നെ ഓരോ പദങ്ങളെടുത്ത് നോക്കിയാലും ആ പദങ്ങളിൽ അങ്ങേയറ്റം അതിൻ്റെ ആശയം എന്താണോ ഒരു അനുവാചകൻ പ്രതീക്ഷിക്കുന്നത്, ഒരു പാട്ടിൻ്റെ ആശയം, സന്ദർഭം, ആ വാക്ക് എന്താണോ കൺവേ ചെയ്യപ്പെടാനായിട്ട് പാട്ട് എഴുതിയ ആൾ ഉദ്ദേശിക്കുന്നത്, അത് 100% ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം തൻ്റെ ശബ്ദത്തിലേക്കും വരികളിലേക്കും ആവാഹിക്കുന്നു എന്നുള്ളതാണ്.
അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. പാട്ട് രംഗത്ത് ഇപ്പോൾ നമുക്കറിയാം, പാട്ട് രംഗത്ത്, സിനിമാ രംഗത്ത്, പാട്ടിൻ്റെ രംഗമായാലും എഴുത്തിൻ്റെ രംഗമായാലും സംവിധാന രംഗമായാലും ഇപ്പോൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, പണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞ കാക്ക പിടിക്കുക എന്നൊക്കെ പറയും, അതിനുള്ള കഴിവും അതിനുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സിനിമയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇതൊന്നുമില്ലാതെ തന്നെ എന്തുകൊണ്ട് ജയേട്ടൻ ഈ രംഗത്ത് ഇത്രയും മികച്ച ഒരു ഗായക പ്രതിഭയായിട്ട് വന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ നാദ സൗകുമാര്യം നമ്മളെ അനുഭവിപ്പിക്കുകയായിരുന്നുള്ളത്. ആസ്വാദനത്തെക്കാളും ഉപരിയായിട്ടാണ് ആ വാക്ക് ഞാൻ പറയുന്നത്. ഏത് പാട്ടെടുത്ത് നോക്കിയാലും ഹർഷബാഷ്പം തൂകി, ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ പാട്ട് പഠിച്ചാൽ നീലാംബരി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട് കർണാടക സംഗീതത്തിൽ. ആ നീലാംബരി രാഗം, ശുദ്ധമായ നീലാംബരി രാഗത്തെ അന്വേഷിച്ച് ഇനി വേറെ എവിടെയും പോകണ്ട. എല്ലാ നീലാംബരി രാഗത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സംഗതികളും ആ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതും സംഗീതം പഠിക്കാത്ത ജയേട്ടൻ. അത് നമ്മുടെ സ്വാമിയുടെ, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ആ സംഗീത വൈഭവത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അതേപോലെ തന്നെ മോഹനരാഗം കൂടുതലും നമുക്കറിയാം സന്തോഷം പ്രകടിപ്പിക്കാനാണ് കൂടുതലും ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു രാഗം. ദേവരാജ മാഷ് ഏറ്റവും കൂടുതൽ കമ്പോസ് ചെയ്തിട്ടുള്ളത് മോഹനരാഗത്തിലാണ്. ജയേട്ടൻ ആദ്യം പാടിയ പാട്ടും മോഹനരാഗത്തിലാണ്. ആദ്യം പാടിയ പാട്ട് കുഞ്ഞാലി മരക്കാർന്ന സിനിമയിൽ നമുക്കറിയാം. പക്ഷേ ആ പാട്ട് പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ, ആ സിനിമ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ കളത്തോടലിലെ ഏത് പാട്ട്, മഞ്ഞലയിൽ മുങ്ങി തോർത്തി, ഈ പാട്ട് വന്നു. അത് ദേവരാജ മാഷ് ചെയ്യണം. ആ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ രാഗത്തിൻ്റെ ഏറ്റവും സൗമ്യമായ ഭാവമാണ്, ഏറ്റവും ലളിതമായ സോഫ്റ്റായിട്ടുള്ള ഭാവമാണ്. അതിനൊരു മറുവശമുണ്ട്. അർജുന മാഷ് ഒരു സംഗീതമുണ്ട് ചെയ്തുള്ളൊരു പാട്ടുണ്ട്, മല്ലികപ്പൂവിൻ മധുരഗന്ധം. കേട്ടല്ലേ നിങ്ങൾ? ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അതൊരു ലളിത സംഗീതം പോലെ തോന്നുമെങ്കിൽ നമുക്ക് എളുപ്പമല്ല പാടാനെടുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അതുപോലെ പാടിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയാം, ആ രാഗത്തിൻ്റെ ശാസ്ത്രീയ ഭാവങ്ങളാണ് ആ പാട്ടിലുള്ളത്. അപ്പോൾ ആ മല്ലികപ്പൂവിൻ മധുരഗന്ധം എന്നുള്ള പാട്ട് പഠിച്ചാൽ മോഹനരാഗം നമ്മുടെ കയ്യിലുണ്ട്. അത് കമ്പോസറുടെയും കൂടി ഒരു പ്രത്യേകതയാണ്. പക്ഷേ അത് അതേപോലെ സംവിധായകൻ എന്തുദ്ദേശിക്കുന്നോ അത് തൻ്റെ ശബ്ദത്തിലേക്കും ആലാപനത്തിലേക്കും ആവാഹിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മനസ്സിലാക്കുക എന്നുള്ളത്. പിന്നെ ജയേട്ടൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ആദ്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ജയേട്ടന് പാട്ടുകൾ കുറവ്, ദാസേട്ടനാണല്ലോ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്നതെന്നൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. അതിന് ഞാൻ അന്ന് കേട്ടിരിക്കുന്നത് ജയേട്ടൻ പെട്ടെന്ന് പഠിക്കില്ല അത്ര. ദാസേട്ടനൊക്കെ വേഗം പാട്ട് പഠിച്ചു പോകും, ജയേട്ടന് ഇത്തിരി സമയം വേണം അത്ര. അതുകൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് അധികം അങ്ങനെയാണ് എടുക്കാറില്ല എന്നൊരു ജോലി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു സത്യമുണ്ട്, ഒരു 5 പാട്ട് ഒരു സിനിമയിൽ ദാസേട്ടൻ പാടിയാൽ ഒരു പാട്ടെങ്കിലും ജയേട്ടനുണ്ടാവും. വേണമെങ്കിൽ എല്ലാ പാട്ടും ദാസേട്ടനെ കൊണ്ട് പാടിക്കാം. കാരണം ദാസേട്ടൻ അതേവരെ ഉണ്ടായിരുന്ന സിനിമാ സംഗീത മേഖലയിലെ ഒരു തരംഗം സൃഷ്ടിച്ചു വന്നൊരാളാണ്. അന്നത്തെ പ്രഗത്ഭ ഗായകരായ കമുകര പുരുഷോത്തമൻ, അതേപോലെ ഉദയഭാനു, പി ബി ശ്രീനിവാസ്, എം രാജ, ഇവരൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന പാട്ടുകാർ. അവരെല്ലാം ഓരത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വന്ന ആളാണ് ദാസേട്ടൻ.
അപ്പോൾ ദാസേട്ടൻ നിറഞ്ഞിരിക്കുന്ന സമയത്തും ജയേട്ടൻ പാടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ആ പാട്ടിന് കാതോർക്കാൻ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏത് പാട്ടെടുത്ത് നോക്കിയാലും അതിൽ ചില പാട്ടുണ്ട്. ഈ ചന്ദ്രകാന്തം എന്ന സിനിമയിൽ, അത് MSVയുടെ സംഗീത സംവിധാനത്തിൽ രാജീവ നയനെ നീ ഉറങ്ങുന്നൊരു പാട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലേ? കാപ്പി രാഗമാണ്. കാപ്പി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട് നമ്മുടെ കർണാടക സംഗീതത്തിൽ. ഈ കാപ്പി രാഗം പെട്ടെന്ന് നമുക്ക് കേട്ടാൽ, സാധാരണ സംഗീതമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പെട്ടെന്ന് കേട്ടാൽ അറിയണം യദുകുലരതി ദേവൻ എവിടെ എന്നുള്ള പാട്ടൊക്കെ കാപ്പി രാഗത്തിലാണ്. ആ കാപ്പി രാഗം ഇത്രയും സോഫ്റ്റായിട്ട് ഈ പാട്ടിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള മറ്റേ MSV അത് പാടി നോക്കുമ്പോൾ അറിയാം നമുക്കത് പാടാൻ പറ്റില്ല. എളുപ്പമല്ല പാട്ട് പാടാൻ. അത് പാട്ടുകാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ആ പാട്ടൊന്ന് പഠിക്കാൻ പറഞ്ഞാൽ അത്ര അതിൽ വന്നിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള സംഗതികൾ സാധാരണക്കാരുടെ തൊണ്ടയിൽ വരുന്നതല്ല. അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള ആലാപന ശേഷികൾ ഉള്ളത് കൊണ്ടാണ് ജയേട്ടൻ നമ്മുടെ എല്ലാ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 80 വയസ്സായിട്ടാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒരുമാതിരി നമ്മളുടെ സമൂഹത്തിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ കാലം ആവശ്യപ്പെടുകയാണ്. അറിയാമല്ലോ, നമുക്ക് എത്ര വലിയ ആളായാലും കാലത്തിൻ്റെ പുറയിലേക്ക് പോകേണ്ടി വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ജയേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ട് തന്നെയാണ്. ഇനിയും കാലം ഉള്ളിടത്തോളം, സംഗീതം ഉള്ളിടത്തോളം നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ വേണ്ടി ഒരു പിടിയല്ല 16,000 പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഇനി ഒരു അനുഭവം കൂടി പറയാം. കഴിഞ്ഞ വർഷം പരമനാന്നമ്മയുടെ ഫൗണ്ടേഷൻ്റെ 2ാമത്തെ അവാർഡിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് ജയേട്ടനെയാണ്. വിദ്യാധരൻ മാഷ് പറഞ്ഞ് ജയേട്ടനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനത്തിൽ തന്നെയാണ് നമുക്ക് ജയേട്ടനെ കിട്ടിയത്. അദ്ദേഹം ഞങ്ങൾ പോയി കണ്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, വരാൻ സമ്മതിച്ചു. വീട്ടിൽ വരുന്ന സമയത്ത്, അതായത് ആ പരിപാടിയുടെ അന്ന് വളരെ പരീക്ഷീണനായിരുന്നു അദ്ദേഹം. അപ്പോൾ അസുഖം അന്ന് ഉണ്ട് എന്നുള്ളതാണ്. വളരെ നമ്മൾ കണ്ടും കേട്ടും ഉള്ള ജയേട്ടനേക്കാൾ വളരെയധികം പരിക്ഷീണനായിട്ടാണ് അദ്ദേഹം വന്നത്. എനിക്ക് ആകെ വിഷമമായി. ഇദ്ദേഹത്തെ വേദിയിൽ എങ്ങനെ നിവർത്തി നിർത്തും എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ ജയേട്ടനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കാനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ആയിട്ടാണ് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആകെ വീട്ടിൽ വന്ന ഉടനെ തന്നെ കയറി കിടക്കുകയുണ്ടായിരുന്നു. കിടന്ന് എണിക്കാൻ സമയത്ത് 1 മണിക്കൂറോളം ഉറങ്ങി. എണിക്കാൻ സമയത്ത് എണിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ കൈവച്ച് താങ്ങി ഇട്ടൊക്കെ വേണം. വിദ്യാധരൻ മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി താങ്ങി എണിപ്പിച്ച് നിർത്തി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ദോശയും ചട്നിയും ഒക്കെ പറഞ്ഞു. അത് എല്ലാവരും സന്തോഷത്തോടെ അത് കഴിച്ചു. പിന്നെ വേദിയിലെത്തുന്നതുവരെ നമ്മളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും സപ്പോർട്ട് വേണ്ടി വന്നു എന്നുള്ളതാണ്. വേദിയിൽ കയറി വളരെ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുള്ളൂ. എന്തായാലും നമ്മുടെ നാട്ടിനെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും കലാപാരമ്പര്യത്തെക്കുറിച്ചും താളത്രയങ്ങളെക്കുറിച്ചും വാദ്യത്രയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയും എനിക്കൊക്കെ ഓർമ്മിക്കാവുന്ന രീതിയിൽ എന്നെക്കുറിച്ചും 2 നല്ല വാക്കുകളൊക്കെ അദ്ദേഹം പറയുണ്ടായി. എനിക്ക് എന്തും മനസ്സിൽ സൂക്ഷിക്കാവുന്നൊരു കാര്യം, 2019 അന്നമ്മയുടെ വരുന്ന സമയത്ത് എൻ്റെ ഡയറിയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ്. എൻ്റെ 9ാമത്തെ സാധകത്തിൻ്റെ എഡീഷനിൽ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ കൊടുത്ത പുസ്തകം സാധകം ബുക്ക് വായിച്ചിട്ടുണ്ടായ ഒരു ആസ്വാദനം പോലെ എഴുതുകയും നമുക്ക് കുറച്ച് ഉപദേശങ്ങളും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം
എന്നും ഉണ്ടാകും. സംഗീതം കൈകാര്യം ചെയ്യുന്നവർ നല്ല മനസ്സിനുടമയായിരിക്കണം, നന്മകളുണ്ടാവണം എന്നുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതുന്നുണ്ട്. അത് ഞാൻ ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മബന്ധം ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഡാൻസിനും കൂടി അദ്ദേഹത്തിൻ്റെ മൃതശരീരം സാധാരണ ഇതിൽ ദൂരേക്കാണെങ്കിൽ നമ്മളങ്ങനെ പോകാറില്ല, തിരക്ക് ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ പോകാറില്ല. പക്ഷേ ഒരു ഉൾവിളി പോലെയായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് തിരിച്ചു പോരുകയും ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ഇനിയും ഞാൻ പാട്ടുകളെക്കുറിച്ചൊന്നും പറയുന്നില്ല, പാട്ടുകളെല്ലാം നമുക്കറിയാവുന്ന പാട്ടുകളാണ്. അത് പാടാനുള്ള ഗായകരുടെ പ്രിയ ശിഷ്യനായിട്ടുള്ള കലാഭവൻ ഡാൻസിനൂടെയുണ്ട്. അപ്പോൾ ആ വശത്തേക്ക് ഞാൻ കടന്നിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളും ഞാൻ അനുഭവിച്ച അദ്ദേഹത്തിൻ്റെ പാട്ടിൽ നിന്ന് അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സമയം ഇനി പാട്ടിന് വേണ്ടിയുള്ള സമയമാണ്. അതിനിടയ്ക്ക് പ്രിയപ്പെട്ട മുരളി മാസ്റ്ററുടെ അനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കും. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നല്ലൊരു ഗാനാലാപനം നമുക്ക് വേണ്ടി രണ്ടുപേരും ഒരുക്കും. അതുകൂടി കേട്ടിട്ട് വേണം എല്ലാവരും പോകാൻ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.